31,824 കോടി രൂപ. ഇത്രയും തുകയാണ് ഈ വരുന്ന സാമ്പത്തിക വർഷം കേരളം എടുത്തിരിക്കുന്ന ലോണുകളുടെ ഇൻട്രസ്റ്റായി അടയ്ക്കാൻ പോകുന്നത്. 2019-2020 ഇത് 19,000 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഏതാണ്ട് ഇരട്ടിയായി 32,000 കോടി രൂപയിലെത്തി നിൽക്കുന്നു. ഇത്രയും തുക ഒരു വർഷം നമ്മൾ ആരോഗ്യ മേഖലയിൽ ചിലവഴിക്കാറില്ല, കാർഷിക മേഖലയിൽ ചിലവഴിക്കാറില്ല. കേരളം ദശാബ്ദങ്ങൾ കൊണ്ട് ബിൽഡ് ചെയ്തെടുത്ത കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് തകർച്ചയിലേക്കാണ്. ഇതിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് സാധിക്കുമോ? ഈ വിശദാംശങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. സാധാരണ കേരളത്തിൻ്റെ കടം പറയാറുള്ളപ്പോൾ പല നമ്പറുകളാണ് നമ്മൾ പല സോഴ്സിൽ നിന്നും കേൾക്കുന്നത്. ചിലർ പറയും 6 ലക്ഷം കോടി രൂപയാണ്, ചിലർ പറയും 5 ലക്ഷം കോടി രൂപയാണ്, മറ്റു ചിലർ പറയും അതൊന്നും അല്ല, ഇത് 7 ലക്ഷം കോടി രൂപ അടുപ്പിച്ചാണ്. അങ്ങനെ പല നമ്പറുകൾ നമ്മൾ കേൾക്കാറുണ്ട്. 2024-25 കേരള സർക്കാർ പ്രസിദ്ധീകരിച്ച ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ട്, PRS ലെജിസ്ലേറ്റീവ് റിസർച്ച് കഴിഞ്ഞ ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് 2025-26 നമ്മുടെ പ്രൊജക്റ്റഡ് കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.82 ലക്ഷം കോടി രൂപയാണ്. ഈ വരുന്ന 2026 ഏപ്രിൽ ഫിനിഷ് ചെയ്യാൻ പോകും, മാർച്ച് ഫിനിഷ് ചെയ്യാൻ പോകും സാമ്പത്തിക വർഷത്തിൽ. ഈ കടം നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കടം ഒരു മോശപ്പെട്ട കാര്യമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക് കടമുണ്ട്, സംസ്ഥാനങ്ങൾക്ക് കടമുണ്ട്, രാജ്യങ്ങൾക്ക് കടമുണ്ട്. അപ്പോൾ കടം ഒരു മോശപ്പെട്ട കാര്യമല്ല. ഈ സംസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ രാജ്യങ്ങളുടെയും കാര്യം പറയുമ്പോൾ കടത്തിൻ്റെ ഒരു വാല്യൂ അസർട്ടൈൻ ചെയ്യുന്നത് എത്ര GDP ബേസ് ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ആഭ്യന്തര ഉൽപ്പാദന ശേഷിയുടെ എത്ര ശതമാനമാണ് കടം എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തികളുടെ സാലറി എന്ന് പറയുന്ന പോലെയാണത്. കേരളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ 12.75 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ GDP കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ. വരുന്ന വർഷത്തിൽ ഏതാണ്ടൊരു 14 ലക്ഷം കോടി രൂപ വരെയൊക്കെ ആകും എന്നാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 12.75 ലക്ഷം കോടി രൂപ നമ്മളൊരു കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ കടത്തിൻ്റെ റേഷ്യോ ഏതാണ്ടൊരു 34% കടത്തിൻ്റെ റേഷ്യോ, GDP ടു ഡെപ്റ്റ് ടു GDP റേഷ്യോ. അപ്പോൾ ഈ റേഷ്യോ 34% റേഷ്യോ അത്ര പ്രശ്നമുള്ളൊരു റേഷ്യോ അല്ല. കാര്യം കേന്ദ്ര ഗവൺമെൻറ്റും RBIയും വച്ചിരിക്കുന്ന ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ടൊരു 30% നിൽക്കണം. 30%. പിന്നെ കോവിഡ് കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു 40 വേണമെങ്കിൽ പോവാം എന്നുള്ള രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 34 വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നമ്പറാണ്. പക്ഷേ ഇതിൻ്റെ ഈ 34% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിലുള്ള കടം മാത്രമാണ്. ഓഫ് ദ ബുക്കായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കടങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് വരാം, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത്. കേരള ഗവൺമെൻറ് ഈ കടത്തിന് പുറമെ, ഈ എടുത്തിരിക്കുന്ന കടത്തിന് പുറമെ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. കിഫ്ബിയുടെ ലോണുകൾക്ക് ഗ്യാരണ്ടി ഉണ്ട്, KSEBിക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. 65,000 കോടി രൂപയുടെ ഗ്യാരണ്ടിയാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ഈ സ്ഥാപനങ്ങൾക്ക് ഈ പൈസ തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരള സർക്കാർ ഈ പൈസ കൊടുത്തുകൊള്ളും എന്ന് പറയുന്ന ഗ്യാരണ്ടി. അപ്പോൾ ഈ 4.8 ലക്ഷം കോടി രൂപയും ഈ 65,000 കോടി രൂപയാകുമ്പോൾ കേരളത്തിൻ്റെ കടം അല്ലെങ്കിൽ കടത്തിന് തത്തുല്യമായ തുക എന്ന് പറയുന്നത് ഏതാണ്ട് 5.5 ലക്ഷം കോടി രൂപയാണ്. ഈ 5.5 ലക്ഷം കോടി രൂപ നമ്മളെ GDP ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഈ 34% ഉള്ള റേഷ്യോ നേരെ 43% മാറും. അത് വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു റേറ്റാണ് ഈ 43% എന്നുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും മോശമൊന്നുമല്ല 43% ഉള്ള റേറ്റ്. ശരിക്കും ഇതിൻ്റെ ഒരു ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ കടത്തിൻ്റെ ഒരു ഗ്രോത്താണ്. കാര്യം 2011-2012 അല്ലെങ്കിൽ ഒരു 15 വരെയൊക്കെ നമ്മൾ 30% GDP ടു ഡെറ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ള റേഷ്യോ ആയിരുന്നു. നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ റേഷ്യോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2019 ആയപ്പോൾ നമുക്ക് വെറും 19,000 കോടി രൂപ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റാണ്. 2.3 ലക്ഷം കോടി രൂപയാണ് 2019-20 നമ്മളെ കടം. 2.3 ലക്ഷം കോടി രൂപ. ഇന്ന് അതതിൻ്റെ ഇരട്ടിയായി വർദ്ധിച്ച് ഏതാണ്ട് 4.8 ലക്ഷം കോടി രൂപയായി നിൽക്കുന്നു 5 വർഷം കൊണ്ട്. അതായത് അതാണ് ഈ പല മാധ്യമ സോഴ്സുകളിലും പറഞ്ഞത്. ഇത്രയും വർഷം 10-70 വർഷം കൊണ്ട് കേരളത്തിൻ്റെ കടം 2.3 ലക്ഷം കോടി രൂപ ആയതേ ഉള്ളൂ. പക്ഷേ എന്നാൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആ കടം ഏതാണ്ട് 4.8 ലക്ഷം കോടി രൂപ ഇതുവരെ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയായി കൂടി. അപ്പോൾ ഇതൊക്കെയാണ് ഈ കടത്തിൻ്റെ ഒരു ഗ്രോത്ത് റേറ്റാണ്
പിന്നെ എക്കണോമിസ്റ്റുകളെ അലാമിങ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ. അതായത് കേരളം ഇത്ര ഫാസ്റ്റായിട്ട് ഡെറ്റ് അക്യൂമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ റീപേ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് സംസ്ഥാനങ്ങൾ കടം എടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിലേക്ക് പോകാം. 4 മെയിൻ ചാനലിലൂടെയാണ് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾക്ക് ലോൺ കിട്ടുന്നത്. ഒന്നാമതായി കേന്ദ്ര സർക്കാരിൽ നിന്നും ലോൺ കിട്ടും. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ, മാർക്കറ്റ് റേറ്റിനേക്കാളും താഴ്ന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ പിന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ലോൺ കൊടുക്കും. കേരളത്തിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ഏതാണ്ട് 35,000 കോടി രൂപയുടെ ബാധ്യതയുണ്ട്. അതായത് 35,000 കോടി രൂപയുടെ ലോൺ കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളം എടുത്തിട്ടുണ്ട്. ഇത് ഒരു ലോങ് ടേം ആയിരിക്കും, വളരെ ഈസി ആയിട്ട് പേ ചെയ്താൽ മതി, അങ്ങനെയുള്ള കുറേ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. പക്ഷേ ഇതിൻ്റെ വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരുമായി ചില പോളിസീസിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവരിതിനെ ഒരു ചോക്കിംഗ് പോയിൻ്റായിട്ട് യൂസ് ചെയ്യും. നിങ്ങളിത് നടപ്പിലാക്കിയാൽ മാത്രമേ നമ്മൾ ഈ ഗ്രാൻഡ് തരുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ ഈ രാഷ്ട്രീയമായ സമവാക്യങ്ങൾക്ക് വളരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ലോൺ സിസ്റ്റമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലോൺ സിസ്റ്റം. നമുക്ക് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെയൊന്നും പാടില്ല എന്ന് പറയാമെങ്കിൽ കൂടിയും യാഥാർത്ഥ്യത്തിൽ അങ്ങനെ സംഭവിക്കാറില്ല. പലപ്പോഴും ഈ ലോണൊക്കെ പല സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത്ര ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നല്ല ഈ കേന്ദ്ര സർക്കാരിൽ നിന്നും വരുന്ന ലോൺ. ഇനി രണ്ടാമത്തത് മാർക്കറ്റ് ബോറോയിങ് ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസ് എന്ന് പറയും. നമ്മൾ ബോണ്ട് ഇഷ്യൂ ചെയ്ത് മാർക്കറ്റിൽ നിന്നും, ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ക്യാഷ് ബോറോ ചെയ്യുന്നതിനാണ് സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസ്, SDLs എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സർക്കാർ ബോണ്ട് പേപ്പർ ഇഷ്യൂ ചെയ്യും. ബോണ്ട് പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത് വലിയ ലാർജ് എമൗണ്ട് ആയിരിക്കും, 5,000 കോടി അല്ലെങ്കിൽ 10,000 കോടി അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ബോണ്ട് വാങ്ങാനായിട്ട് പല ഫേംസ് മുന്നോട്ട് വരും. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ടായിരിക്കും, പെൻഷൻ ഫണ്ട് ഉണ്ടായിരിക്കും, ബാങ്കുകൾ ഉണ്ടായിരിക്കും. കാരണം അവർക്കാർക്കും പൈസ അവരുടെ പോക്കറ്റിലോട്ട് ഇടാൻ പറ്റുള്ളൂ, എങ്ങോട്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അത് ഈ കാശ് കൊടുത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവർ കേരള സർക്കാരിൻ്റെ അടുത്ത് നിന്ന് ബോണ്ട് വാങ്ങും. അങ്ങനെ ബോണ്ട് വാങ്ങുമ്പോൾ അതൊരു ഓപ്ഷൻ സിസ്റ്റത്തിലാണ് പോകുന്നത്. അതായത് ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ LIC വന്നിട്ട് പറയും, കേരള സർക്കാർ ഇപ്പോൾ ഒരു 10,000 കോടി രൂപയുടെ ബോണ്ട് ഇഷ്യൂ എന്ന് വിചാരിക്കുക. LIC വന്നിട്ട് പറയും, ഞാൻ നിങ്ങൾക്ക് ഒരു 3,000 കോടി രൂപ ഒരു 8% പലിശയ്ക്ക് തരാമെന്ന് പറയും. അപ്പോൾ വേറൊരു എന്ന് പറയും, ഞാൻ നിങ്ങൾക്ക് ഒരു 3,000 കോടി രൂപ 7% പലിശയ്ക്ക് തരാമെന്ന് പറയും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും 7% പലിശയ്ക്ക് തരാമെന്ന് പറയുന്ന ആളുടെ അടുത്ത് എടുക്കത്തുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ മണി ബോറോ ചെയ്യാനായിട്ട് പറ്റും. കേരളത്തിന് ഏതാണ്ട് 3.2 ലക്ഷം കോടി രൂപ ഇതുപോലെ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോണുകൾ വഴി സമാഹരിച്ചിട്ടുണ്ട്, കടമായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ കടത്തിൻ്റെ ഒരു മേജർ പോർഷൻ വരുന്നത് ഇത്തരം ലോണിൽ നിന്നാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കൂടുതൽ ഈ നൂലാമാലകളൊന്നും ഇല്ലാതെ ക്യാഷ് റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണിത്. ഇതിന് റെഗുലേഷൻസ് ഉണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ ഇത് ചെയ്യാനായിട്ട് RBI സ്റ്റേറ്റുകളെ അനുവദിക്കില്ല. പക്ഷേ മോർ ഓർ ലെസ് കമ്പാരിറ്റീവ്ലി ടു അതർ തിങ്സ് ഇത് വളരെ ഈസിയാണ്. പക്ഷേ ഇതിനൊരു ഒരു പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ റീപേയ്മെൻറ്റ് എബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ കേരളത്തിന് LIC വന്നിട്ട് 8% പലിശയ്ക്ക് 5,000 കോടി കൊടുക്കാമെന്ന് പറയുന്നത് കേരളത്തിന് ആ 8% പലിശ പേ ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. ഇനി കേരളത്തിന് സാധിക്കില്ല എന്നുണ്ടെങ്കിലോ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അത് ഈ ജങ്ക് ബോണ്ട് അങ്ങനെയൊക്കെ കുറേ ടേംസ് ഉണ്ട്, അതിലോട്ട് നമുക്ക് പോകണ്ട. ബേസിക്കലി സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് ഉള്ളവൻ്റെ അടുത്ത് നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും, റിസ്ക് ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. അതാണ് സംഭവം. നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടകം എല്ലാവരും ഈ മാർക്കറ്റ് ബോറോയിങ്സ് നടത്താറുണ്ട്. അവർ പേ ചെയ്യുന്നത് ഏതാണ്ട് 7 മുതൽ 8% വരെയാണ്. നമ്മൾ പേ ചെയ്യുന്നത്, കേരളം പേ ചെയ്യുന്നത് 8 മുതൽ 9% വരെയാണ്. ഇത് 1% ഡിഫറൻസ് അല്ലേ ഉള്ളൂ എന്ന് നമ്മൾ കരുതും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 1% എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി രൂപയുടെ 1% ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വൺ ടൈം ഇഷ്യൂവൻസ് എന്ന് പറഞ്ഞാൽ ഒരു 10,000 കോടി രൂപയുടെ 1% ആയിരിക്കും. അപ്പം 100 കോടി രൂപയോ വലിയ വകയായിരിക്കും ഇതിൻ്റെ അകത്ത് ഈ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള വ്യത്യാസം, ഒരു വർഷത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിലുള്ള വ്യത്യാസം. ഇനി മൂന്നാമത്തത് നാഷണൽ സ്മോൾ സേവിങ്സ് ഫണ്ടാണ്, NSSF. അത് നമ്മൾ ഈ പ്രോവിഡൻറ്റ് ഫണ്ട്, നമ്മൾ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ കാശ് ഒരു താരതമ്യേന കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിന് സംസ്ഥാനങ്ങൾക്ക് തന്നെ കൊടുക്കും. ഏതാണ്ട് ഒരു 1.5 ലക്ഷം കോടി രൂപ കേരളത്തിന് ഈ NSSF വഴി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തൊരു ഒരു ഈസിനെസ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ എഗെയിൻ കേന്ദ്ര സർക്കാരിൻ്റെ കൺട്രോളിൽ നിന്നാണ് ഈ കാശ് വരുന്നത്.
പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായതുകൊണ്ട് ഒരു മാനേജബിളായിട്ട് പോകാൻ സാധിക്കുന്ന, നമ്മുടെ നാട്ടിലിപ്പോൾ സേവിങ്സ് ഒക്കെ കൂടുതൽ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒരുപാട് സേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ആനുപാതികമായിട്ടായിരിക്കും ഈ അലോക്കേഷൻസ് വരുന്നത്. അപ്പം വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെറ്റ് എമൗണ്ട് നമുക്ക് അവിടെയും ഉണ്ട്. ഏതാണ്ട് ഒരു 1.5 ലക്ഷം കോടി രൂപ അവിടെ ഉണ്ട്. ഇനി നാലാമത്തെ ചാനലാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാനൽ. നമ്മളിപ്പോൾ അടുത്തായി എല്ലാ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളുമായി കേൾക്കുന്ന ഒരു പേരാണ് കിഫ്ബി. ഈ കിഫ്ബിയുടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്, KIIFB, അതാണ് കിഫ്ബി. എന്താണ് ശരിക്കും ഈ കിഫ്ബി? നമ്മൾ പത്രങ്ങളിലൊക്കെ സ്ഥിരം കേൾക്കാറുള്ളതാണ് കിഫ്ബി വഴി ധനസമാഹരണം നടത്തുന്നു, കിഫ്ബിയാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നതെന്നൊക്കെ. ശരിക്കും ഇതൊരു ഓഫ് ദ ബുക്ക് ബോറോയിങ് പ്രോസസ്സാണ്. ഈ ഓഫ് ദ ബുക്ക് ബോറോയിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ നമ്മൾ പോയിട്ടൊരു വീട് വയ്ക്കുന്നു. വീട് വെച്ചപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹൗസിംഗ് ലോണും മറ്റു കാര്യങ്ങളും എല്ലാം തീർന്നു പോയി. വീടിൻ്റെ പണിയും തീരുന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടാക്കും. ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ട്രസ്റ്റ് വഴി ബോറോയിങ് നടത്തും. അപ്പോൾ ശരിക്കും ഞാനാണോ ഈ ലോൺ ഓൺ ചെയ്യുന്നത്? അല്ല, ട്രസ്റ്റാണ് ഓൺ ചെയ്യുന്നത്. പക്ഷേ ആര് പേ ചെയ്യും? ഞാൻ തന്നെ പേ ചെയ്യണം. പക്ഷേ എൻ്റെ P&L ഷീറ്റിൽ, എൻ്റെ അക്കൗണ്ടിങ് ഷീറ്റിൽ ഇത് എൻ്റെ കടമായിട്ട് കാണിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ നേരിട്ട് ഓൺ ചെയ്യുന്ന കടമല്ല. ഇതാണ് ഈ ഓഫ് ദ ബുക്ക് ബോറോയിങ് എന്ന് പറഞ്ഞാൽ. കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ പലതവണ കേരളത്തിനെ വാൺ ചെയ്ത ഒരു സിറ്റുവേഷനാണ്. അതായത് നമ്മൾ ജസ്റ്റ് പ്രൊക്കാസിനേറ്റ് ചെയ്യുവാണ് ഈ ലോൺ നമ്മുടെ ബുക്കിൽ വരാതിരിക്കാനായിട്ട്. കിഫ്ബി വഴി ധനസമാഹരണം നടത്തുന്നത് നമ്മുടെ ബുക്കിൽ വരാതിരിക്കാനായിട്ട് നമ്മൾ ആ ബോർഡിൻ്റെ പുറത്താണ് ഇതിൻ്റെ കാശിൻ്റെ സമാഹരണമെല്ലാം നടത്തുന്നത്. അപ്പോൾ ബോർഡാണ് ഓൺ ചെയ്യുന്നത്. പക്ഷേ ബോർഡ് ആക്ച്വലി ആരാണ് ഓൺ ചെയ്യുന്നത്? അത് കേരള സർക്കാരാണ് ഓൺ ചെയ്യുന്നത്. ഏതാണ്ട് 60,000 കോടി രൂപ കിഫ്ബി വഴി കേരള സർക്കാർ സമാഹരിച്ചിട്ടുണ്ട്. നമ്മൾ മസാല ബോൺസ് വഴിയാണ് ഇത്തരം കാശ് മാർക്കറ്റിൽ നിന്നും സമാഹരിക്കുക. നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു. അവിടെയുള്ള കമ്പനികൾ ആ ബോണ്ട് മേടിച്ചിട്ട് ഇത്ര കാശ് നമുക്ക് തരും, നമ്മൾ അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റീപേ ചെയ്യണം. അങ്ങനെ ഈ 4 ചാനലുകളിലാണ് പ്രധാനമായും നമ്മുടെ കടം വരുന്ന വഴി. ഓവറോൾ ഈ 4 ചാനലുകളിൽ നിന്ന് വന്ന കടവുമായി ബന്ധപ്പെട്ട് നമ്മൾ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഏതാണ്ട് 8 മുതൽ 8.5% വരെയാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് താഴോട്ട് പോയാൽ, നമ്മുടെ റവന്യൂ കുറയുമെന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ബോറോയിങ് കേപ്പബിലിറ്റി ഡ്രാസ്റ്റിക്കലി കുറയും. നമുക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായി കൂടും. അതിനാണ് ഈ ജങ്ക് ബോണ്ട് എന്നൊക്കെ പറയുന്നത്. നമ്മൾ സ്റ്റേറ്റിൻ്റെ റിസ്ക് കൂടുന്നു, ഈ സ്റ്റേറ്റ് പേ ചെയ്യില്ല, അപ്പോൾ അവന് കൂടുതൽ കാശ് കൊടുക്കുക എന്നുള്ള ഒരിതാണ്. അത് നമ്മൾ പെട്ടെന്ന് ആലോചിക്കൊന്ന് നോക്കിയാൽ ഈ തരാൻ സാധിക്കാത്ത ആൾക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ കാശ് കൊടുക്കുന്നത്? പക്ഷേ അതിനൊരു വലിയ ഫൈനാൻഷ്യൽ ടോപ്പിക് ആ ഏരിയയിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാനുണ്ട്. അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഇത്രയും നമ്മൾ പേ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ 4 ചാനലുകളിൽ കൂടെ ആണ് നമ്മുടെ കടം എല്ലാം സമാഹരിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഓഫ് ബഡ്ജറ്റ് ആണെങ്കിലും ഓൺ ബഡ്ജറ്റ് ആണെങ്കിലും കേരളത്തിലുള്ള ജനങ്ങൾ അടയ്ക്കുന്ന നികുതിയിൽ നിന്നും എടുത്തു വേണം ഇതിനെല്ലാം പേ ചെയ്യാൻ. കിഫ്ബിയുടെ ലോണുകൾക്ക് സർക്കാർ ഇത്ര ശതമാനം റവന്യൂവിൽ നിന്നും അലോക്കേഷൻ കിഫ്ബിക്ക് വേണ്ടി കൊടുക്കും എന്നൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതിനനുസരിച്ചാണ് കിഫ്ബി ധനസമാഹരണം നടത്തുന്നത്. എന്താണ് നമുക്കിത്ര ചിലവ്? അതാണല്ലോ അടുത്തത്. ഇപ്പോൾ കടം എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കി, കടം വരുന്ന വഴികൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മുടെ ചിലവ് എന്താണ് ഇത്ര കൂടുതലെന്നുള്ളതാണ്. അതിന് ഏറ്റവും നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ കാശ് അലോക്കേറ്റ് ആയിരിക്കുന്നത് 2 ഏരിയാസിനാണ്. ആദ്യമായിട്ട് ഈ 2 ഏരിയാസ് പറയുന്നതിന് മുമ്പ് കേരളത്തിന് 2025-26 സാമ്പത്തിക വർഷം ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയുടെ റവന്യൂ റെസീപ്റ്റ്സ് ഉണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വരുമാനം നികുതി ഇനങ്ങളിലും മറ്റ് ഗ്രാൻറ്റും അതും ഇതുമൊക്കെ ആയിട്ട് നമുക്കൊരു 1.5 ലക്ഷം കോടി രൂപ കിട്ടും. നമ്മുടെ ശമ്പളം, കേരള സംസ്ഥാനത്തിൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ടേംസിൽ പറയാം. ഇതിൽ നിന്നും പെൻഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം, അതായത് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നും റിട്ടയർ ചെയ്ത് പോയ ആൾക്കാർക്ക് കിട്ടുന്ന പെൻഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം ഏതാണ്ട് 30,000 കോടി രൂപയുടെ ചിലവുണ്ട്. 30,000 കോടി. 41,000 കോടി രൂപയാണ് സാലറി എക്സ്പെൻസ്. അപ്പോൾ സാലറിയും പെൻഷനും കൂടെ ഏതാണ്ട് 70,000 കോടി രൂപയുടെ എക്സ്പെൻസായി.
എന്നുവെച്ചാൽ ഈ മൊത്തം വരുമാനത്തിൻ്റെ 50% എക്സ്പെൻസ് ഈ 2 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മാത്രമായി. ഇനി ആദ്യം പറഞ്ഞ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് എടുത്ത ലോണുകൾക്കെല്ലാം നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് ഏതാണ്ട് 30,000 കോടി രൂപയാണ്. അപ്പോൾ 1.5 ലക്ഷം കോടി രൂപ വരുമാനമുള്ളപ്പോൾ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയ്ക്ക് അടുപ്പിച്ച് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സാലറി, പെൻഷൻ, ലോണിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഇത്രയും പേ ചെയ്യുവാണ്. ബാക്കി സംസ്ഥാനത്തുള്ള കാർഷിക ആവശ്യങ്ങൾ, ആരോഗ്യ മേഖല അല്ലെങ്കിൽ ബാക്കിയുള്ള പല പ്രവർത്തനങ്ങൾക്കും മിച്ചമുള്ളത് ഈ 50,000 കോടി രൂപ മാത്രമാണ്. ഈ അടുത്ത് ഒരു രാഷ്ട്രീയ നേതാവ് പറയുകയുണ്ടായി, കേന്ദ്രത്തിൻ്റെ പല പ്രോജക്റ്റുകളും കേരളത്തിൽ മൂവ് ഓഫ് ചെയ്യാൻ ഒരു ഫസ്റ്റ് കിക്ക് ഓഫിന് ശേഷം പിന്നീട് പ്രൊസീഡ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കേരളത്തിൻ്റെ സൈഡിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ടിൻ്റെ എമൗണ്ട് കുറവായതുകൊണ്ട് എന്നുള്ളതാണ്. എമൗണ്ട് ഇല്ല, കേരളത്തിൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഇല്ല. കാരണം ഇതാണ് പ്രോബ്ലം. ഈ 1.5 ലക്ഷം കോടി രൂപ വരുമ്പോഴത്തേക്കും ഈ 1 ലക്ഷം കോടി രൂപ ഈ പരിപാടിക്കെല്ലാം പോകും. നമ്മുടെ പെൻഷൻ റെസീപ്റ്റ്സ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹൈ കാറ്റഗറിയിൽ വന്ന ഒന്നാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള 60 കഴിഞ്ഞ ആൾക്കാരുടെ എണ്ണം ഏതാണ്ട് 8.5% പോപ്പുലേഷൻ്റെ 8.5% നമുക്കത് ഏതാണ്ട് 17%. അപ്പോൾ ഈ പെൻഷൻ വരുമാനം ഉണ്ടായിട്ട് വേണം ഒരു 60-65 കഴിഞ്ഞ് ഗവൺമെൻറ് സർവീസിലിരുന്ന ആൾക്കാർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട്. ഇതൊരു അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ ഇതൊരു ബാധ്യതയായിട്ട് തോന്നുമെങ്കിലും ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ പെൻഷൻ സിസ്റ്റം. അവർ ഹോസ്പിറ്റലിൽ പോകാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റമാണത്. ഇതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ. ഇത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത്രയും ഫിക്സഡ് കോസ്റ്റാണത്. നമുക്ക് ഇതിനകത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ ഇടയ്ക്ക് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷനൊക്കെ കൊണ്ടുവന്നിട്ട് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് കുറച്ചും കൂടെയൊക്കെ വ്യത്യാസം വരുമായിരിക്കും. പക്ഷേ കറൻ്റ്ലി അത്തരം ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ ഈ ലോൺ വരുമാനം വന്നു കഴിഞ്ഞാൽ ഇത്രയും പൈസ നമ്മൾ ചിലവാക്കിയേ പറ്റും. പുറമേ നമ്മുടെ ടോട്ടൽ റവന്യൂ ഞാൻ 1.5 ലക്ഷം കോടി രൂപയാണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ എക്സ്പെൻഡിച്ചർ ഈ 1 ലക്ഷം കോടി രൂപയുടേത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ്. പക്ഷേ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1,80,000 കോടി രൂപയാണ്. എന്ന് വെച്ചാൽ വരവിനേക്കാൾ ചിലവ് നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, എനിക്ക് ഇത്ര രൂപയെ വരുമാനമുള്ളൂ, പക്ഷേ എൻ്റെ ചിലവ് ഇത്രയുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഈ ചിലവ് ഫില്ലപ്പ് ചെയ്യാനായിട്ട് സെൻട്രലിൽ നിന്ന് ഗ്രാൻഡ് വേണം, NSF നിന്ന് ഫണ്ട് എടുക്കണം, മാർക്കറ്റിൽ നിന്ന് ബോറോ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കിഫ്ബി വഴി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് ലോൺ എടുക്കും. അപ്പോൾ ഈ പല ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റും കോസ്റ്റ് ഓവർ ഉണ്ടാവും, കൂടുതൽ പൈസയാവും, അപ്പോൾ വീണ്ടും ലോൺ എടുക്കും. അപ്പോൾ ഈ ഗ്യാപ്പ് എപ്പോഴും കവർ ചെയ്യുന്നത് ഈ ലോൺ എടുത്തിട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ക്യാഷ് സ്ട്രാപ്ഡ് ആയിട്ടൊരു സിറ്റുവേഷൻ കേരള സംസ്ഥാനത്തിന് വരുന്നത്. നമ്മളൊരു പർട്ടിക്കുലർ മന്ത് എത്തുമ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാം അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു, എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞു, നമ്മൾ വേറെ ധനമില്ല. അപ്പോൾ നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് 2,000 കോടി രൂപ 1,000 കോടി രൂപ അങ്ങനെ അലോക്കേഷൻ ചോദിക്കും. അപ്പോൾ അലോക്കേഷൻ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഈ കിഫ്ബി ചെയ്യുന്ന പ്രോജക്റ്റുകൾ എല്ലാം മോശമല്ല. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഉണ്ട്. നമ്മുടെ നാടിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിനകത്ത്, ഒരു വികസന കുതിപ്പ് നടത്തുന്നതിനായിട്ട് ഇത്തരം പ്രോജക്ട്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാ പ്രോജക്ട്സും റവന്യൂ ജനറേറ്റ് ചെയ്യാറില്ല. അപ്പോൾ സർക്കാരിൻ്റെ മെയിൻ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അത്തരം പ്രോജക്റ്റുകൾക്ക്, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കാത്ത പ്രോജക്റ്റുകൾക്ക് തത്തുല്യമായ രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ടാക്സ് സ്ട്രീംസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രീംസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പുതിയ കമ്പനികളെ കൊണ്ടുവരിക, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലകൾ തുറക്കുക, ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ടാക്സ് കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊക്കെ ടാക്സ് കൂട്ടിയപ്പോൾ വലിയൊരു ഔട്ട്ക്രൈ ഉണ്ടായിരുന്നു. ജനങ്ങൾ അതിനെതിരെ എന്തിനാണ് ഇത് കൂട്ടിയെന്നുള്ളത്. കാരണം ഇതാണ്, ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, നികുതി കൂട്ടുക എന്നുള്ളതല്ലാതെ. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഡെറ്റ് സർവീസിങ്ങും റീഫൈനാൻസിങ്ങും ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മാർക്കറ്റ് ബോറോയിങ് എന്ന് പറഞ്ഞല്ലോ, നമ്മൾ പൊതു വിപണിയിൽ നിന്ന് എടുക്കുന്ന കാശ്, ഇത് ലോങ് ടേം 25-30 വർഷത്തിനൊന്നും അല്ല എടുക്കുന്നത്. ഇതൊരു 15 വർഷം 10 വർഷം അങ്ങനെയൊക്കെയുള്ള ടേമിലായിരിക്കും. ഈ 10 വർഷം കഴിയുമ്പോൾ ഈ ഡെറ്റ് മെച്ചുവർ ആകുമ്പോഴത്തേക്കും നമ്മളിത് റീപേ ചെയ്യണം. നമ്മളെങ്ങനെ റീപേ ചെയ്യും? അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ പുതിയ ബോണ്ട് ഇഷ്യൂ ചെയ്യും. അതായത് ഈ 2025-26 ഏതാണ്ട് 1.25 ലക്ഷം കോടി രൂപയുടെ SDLs മെച്ചുറാവും. നമ്മൾ തിരിച്ചടയ്ക്കണം ആ പൈസ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു 1.5 ലക്ഷം കോടി രൂപയുടെ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യും, ഫ്രഷ് ബോണ്ട് ഇഷ്യൂ ചെയ്യും, പുതുതായിട്ട് കടമെടുക്കും. അപ്പോൾ പുതിയ കടമെടുത്തിട്ട് പഴയ കടം അടയ്ക്കും.
അപ്പോൾ ശരിക്കും നമ്മൾ കടം ക്ലോസ് ചെയ്യുന്നില്ല, ബട്ട് ജസ്റ്റ് ലൈക്ക് ഒരു ത്രെഡ്മിൽ പോലെ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മുടെ റവന്യൂ ഇൻക്രീസ് ചെയ്ത് അതിൽ നിന്നും ധനം സമാഹരിച്ച് നമ്മൾ പേ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് പകരം ഓക്കെ എനിക്കൊരു 1,00,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് ഉണ്ട്, ഞാൻ മറ്റേ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഒരു 1,50,000 രൂപ എടുത്തിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് അടയ്ക്കാം, അല്ലെങ്കിൽ മറ്റൊരു ലോൺ എടുത്തിട്ട് ഈ പേഴ്സണൽ ലോൺ അടയ്ക്കാം എന്നുള്ള രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്ന പോലെയാണത്. ഇത് എല്ലാ വർഷവും ഈ SDLs മെച്യൂർ ആയിക്കൊണ്ടിരിക്കും. ഒരു കൃത്യമായ എമൗണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ആ എമൗണ്ടുകൾക്കനുസരിച്ച് ബോണ്ട് ഇഷ്യൂ ചെയ്ത് മാർക്കറ്റിൽ നിന്ന് കാശ് കളക്ട് ചെയ്യുക, റീപേ ചെയ്യുക, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും മോശം കേരളമൊന്നുമല്ല. പഞ്ചാബിൻ്റെ GDP to ഡെറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 54%. വെസ്റ്റ് ബംഗാളിൻ്റെ ഏതാണ്ട് 36%, 39%. രാജസ്ഥാനും ഏതാണ്ട് ആ ലെവലാണ്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മൾ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട് 23%. കർണാടകം 29%, മഹാരാഷ്ട്ര 17%. ഇവരുടെയൊക്കെ റവന്യൂ റെസിപ്റ്റിൻ്റെ, അതായത് വരുമാനത്തിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് 10 മുതൽ 11% വരെയാണ് ലോണുകളുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. നമുക്കത് 21%. ഈ 32,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ 21% നമ്മൾ ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രം പേ ചെയ്യുവാണ്. ഇനി ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യം, നമ്മൾ ശരിക്കും ഒരു തകർച്ചയിലേക്കാണോ പോകുന്നത്? കേരള സംസ്ഥാനം ബിൽഡ് ചെയ്തെടുത്ത കേരള മോഡൽ തകരാൻ പോവുകയാണോ എന്നുള്ളതാണ്. ചില എക്കണോമിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് നമ്മൾ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള കടക്കണിയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ്. കാര്യം നമ്മുടെ കടത്തിൻ്റെ ഗ്രോത്ത് ഈ റേറ്റിന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ 2028-30 ടൈം ഫ്രെയിം ആകുമ്പോൾ നമ്മുടെ കടം ഏതാണ്ട് 7 ലക്ഷം കോടി രൂപയാവും. ഇപ്പോൾ ഉള്ളത് 4.8 ഏതാണ്ട് 7 ലക്ഷം കോടി രൂപ. ഡബിളെന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കില്ല, എന്നാൽ പോലും ഒരു 50% വർധനവ് ഈ കടത്തിൽ നമുക്ക് ഉണ്ടാവും. ഈ നമ്മുടെ സംസ്ഥാനം ആനുവലി 10 മുതൽ 11% വരെ റേറ്റിൽ ഗ്രോ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അത് നല്ലൊരു ഗ്രോത്ത് റേറ്റാണ്. 11% ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിന് നല്ല ഗ്രോത്ത് റേറ്റാണ്. ആ റേറ്റിന് നമ്മൾ ഗ്രോ ചെയ്യുകയാണെങ്കിൽ പോലും ഈ 2028-30 ടൈം ഫ്രെയിം ആകുമ്പോൾ ഡെറ്റ് ടു GDP റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 38-40%. ഞാൻ പറഞ്ഞ പോലെ 30% നമ്മളൊരു ടൈം ലൈൻ. 35 വരെയൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മൾ അതും കടന്ന് ഏതാണ്ട് 40%. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വരുമാനത്തിൻ്റെ 21% നമ്മൾ കടത്തിൻ്റെ ഇൻട്രസ്റ്റായിട്ട് അടയ്ക്കുകയാണ്. IMFൻ്റെ റിപ്പോർട്ടും സ്റ്റഡീസും ഒക്കെ പ്രകാരം ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയൊക്കെ ഹെൽത്തി ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് റേറ്റ് 20% താഴെ നിൽക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോഴും 21%. ഈ 21% എന്നുള്ളത് നമ്മൾ വരുന്ന നാളുകളിൽ നമ്മൾ പല ലോണും റീഫൈനാൻസിങ്, നേരത്തെ പറഞ്ഞല്ലോ, പല ബോണ്ടുകളും നമ്മൾ റീഫൈനാൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇൻവെസ്റ്റർ കോൺഫിഡൻസ് പോവുകയും നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂ റെസിപ്റ്റിൽ നിന്നും ഇൻട്രസ്റ്റായി അടയ്ക്കുന്ന പൈസയുടെ അളവ് കൂടും. 1% ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് 6,000 കോടി രൂപ ഒരു വർഷം അടയ്ക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ 32,000 കോടി രൂപ അടയ്ക്കുന്നിടത്ത് ഏതാണ്ട് 38,000 കോടി രൂപ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കേണ്ടി വരും ഈ പൊതുവിപണിയിൽ നിന്നും സമാഹരിച്ച ധനത്തിന്. ഇനി കിഫ്ബിയിൽ നിന്നും നമ്മൾ ഓഫ് ദ ബുക്ക് ബോറോ ചെയ്തിരിക്കുന്ന ഏതാണ്ട് 60,000 കോടി രൂപ. ഈ 60,000 കോടി രൂപ ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. റുപ്പിയിലാണ് ബോണ്ട്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നതാണ്. ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ ഈ ബോണ്ട് മെച്യൂറാവും. അപ്പോൾ ഈ ബോണ്ട് മെച്യൂറാകുമ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിന് ഇതിൻ്റെ കാശ് നമ്മൾ തിരികെ കൊടുക്കണം. ആ തിരികെ കൊടുക്കാനുള്ള സമയമാകുമ്പോൾ മോസ്റ്റ് പ്രോബ്ലി അത് റീഫൈനാൻസിങ് ആയിരിക്കും. പുതിയ ബോണ്ട്സ് ഇഷ്യൂ ചെയ്ത് പൈസ എടുത്തിട്ട് കൊടുക്കും. പക്ഷേ അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റേറ്റിൽ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ, ആ കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കടം കയറിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് അത് റീഫൈനാൻസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ കിഫ്ബിക്ക് അത് റീഫൈനാൻസ് ചെയ്യാനുള്ള പ്രോസസ്സ് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ഉയർന്ന റേറ്റിൽ മാത്രമേ, ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമേ ആ കടം നമുക്ക് പുതുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, അതിനോടൊപ്പം ഈ കാശ് തന്നിക്കുന്ന ആൾ സർക്കാരിൻ്റെ മേൽ പ്രഷർ ചെലുത്തും. പ്രഷർ എന്ന് പറഞ്ഞാൽ പെൻഷൻ കട്ട് ചെയ്യുക, സാലറി കട്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഫോഴ്സ്ഫുള്ളായിട്ടുള്ള
പ്രഷർ ഗവൺമെൻറ്റിന് മേലുണ്ടാകും. കാര്യം കടം വാങ്ങിച്ച ആൾക്ക് തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റവന്യൂള്ളതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തും. നമുക്ക് സാലറി പെൻഷൻ കുറയ്ക്കുക, കടം തിരിച്ചടയ്ക്കാനുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെയാണ് സാധാരണ ഈ ഒരു ഡെറ്റ് മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഭയങ്കരമായ പ്രഷർ സർക്കാരിൻ്റെ മേലുണ്ടാകും. പിന്നെ നമ്മൾ ഈ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ വരവിനേക്കാൾ ചിലവുണ്ടാകുന്നൊരു സാഹചര്യം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അത് ഈ സർക്കാരുകൾ ഈ വെള്ളാനകൾ പോലെ ഒരു ഗുണമില്ലാത്ത കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളും കുറേ കോർപ്പറേഷൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാതെ ആവശ്യമുള്ള രീതിയിൽ ഒരു ലീൻ ഓപ്പറേഷൻ കൊണ്ടുവന്ന് ആ കാശ് അതിൽ നിന്നും സേവ് ചെയ്താൽ മാത്രമേ ഇത് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാ കൊല്ലവും നമുക്ക് പെൻഷനും സാലറിയും കൊടുക്കാനായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്നും കാശ് കടമെടുത്ത് കൊടുക്കേണ്ട ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ അത് സസ്റ്റൈനബിൾ അല്ല. അറ്റ് സം പോയിൻ്റ് ഓഫ് ടൈം അത് ബ്രേക്ക് ചെയ്യും. നമുക്ക് കണ്ടിന്യൂസ്ലി ലോൺസ് ഇങ്ങനെ റീഫൈനാൻസ് ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. ഈ ആവശ്യമില്ലാത്ത ദൂർത്ത് കുറയ്ക്കുക. ഏതൊരു സർക്കാരായാലും, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരായാലും ശരി, കോൺഗ്രസ് സർക്കാരായാലും ശരി, ഇനി നാളുടെ കാലം BJP സർക്കാരായാലും, ഏതൊരു സർക്കാരായാലും ആ എമൗണ്ട് ഈ ദൂർത്ത് കുറയ്ക്കുക മാക്സിമം. ആവശ്യമില്ലാത്ത കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഹൈലി ഔട്ട് ഓഫ് നോർമൽ ആയിട്ടുള്ള സാലറീസ് കൊടുക്കുക. ഇതൊക്കെ അവോയ്ഡ് ചെയ്താൽ മാത്രമേ ഈ റവന്യൂ റെസിപ്റ്റിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുകളുടെ അല്ലെങ്കിൽ നമുക്ക് മിച്ചം പിടിക്കാനുള്ള പൈസയുടെ അളവ് കൂട്ടാൻ പറ്റുള്ളൂ. ഒരു സീറോ ഡെഫിസിറ്റ് അപ്രോച്ചിലേക്ക് വരണം. വരവിത്ര ചിലവിത്ര രണ്ടും തത്തുല്യമായിട്ട് ഈക്വൽ ടു ഈക്വൽ അങ്ങ് മാച്ച് ആവണം. അല്ലാണ്ട് ഇതിലും ഡെഫിസിറ്റ് റവന്യൂ കമ്മി ഉണ്ടാവും. ആ കമ്മി ഉണ്ടാകുന്നത് നമ്മൾ ലോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു കാര്യമില്ല, നമ്മൾ റിപ്പീറ്റഡ്ലി ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ അയ്യോ കേരളം മൊത്തം പ്രശ്നത്തിലാണോ, എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ, രക്ഷപ്പെടാൻ വഴിയുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. രക്ഷപ്പെടാൻ വഴിയുണ്ട്. അതിന് ആദ്യത്തെ പിവട്ടൽ നട്ടെല്ലായി നിൽക്കുന്നത് പ്രവാസികളാണ്. കാര്യം കേരളത്തിലേക്ക് വരുന്ന ഫോറിൻ അല്ലെങ്കിൽ ഗൾഫ് ബേസ്ഡ് റെമിറ്റൻസിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം. സോ കേരളത്തിന് ബേസിക്കലി താങ്ങി നിർത്തുന്നത് ഈ പ്രവാസികളാണ്. ഈ റെമിറ്റൻസ് എമൗണ്ട് ഈസ് എക്സെപ്ഷണലി ഹൈ ആണ്, എക്സെപ്ഷണലി. അപ്പോൾ അത്രയും ഹൈ ആയിട്ടുള്ള ഒരു റെമിറ്റൻസ് വരുന്ന ഒരു സ്റ്റേറ്റ് അത്ര പെട്ടെന്ന് ഫെയിലാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ഫൈനാൻഷ്യൽ ഇഷ്യൂസൊക്കെ വന്നാലും ഈ മണി കേരളത്തിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ എക്കണോമി എപ്പോഴും വളരെ ലൈവായിരിക്കും. ആൾക്കാരെപ്പോഴും നല്ല ഒരു പോസിറ്റീവ് അപ്രോച്ചോടുകൂടി ജീവിക്കും. ഒരു ഹെൽത്ത് സിസ്റ്റത്തിലും അതുപോലെ ആൾക്കാരുടെ ആരോഗ്യ മേഖലയിലും എല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്യും. വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ജനസമൂഹമാണ്, വളരെ ഹെൽത്തി ആയിട്ടൊരു ജനസമൂഹം ഉണ്ടാകാനൊക്കെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് ഒന്നാമത്തെയാണ്. രണ്ടാമത്തത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അസറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അസറ്റ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊച്ചി മെട്രോ അല്ലെങ്കിൽ എയർപോർട്ട്സ്, ഷിപ്പിംഗ് ലൈൻസ്, വിഴിഞ്ഞം പോർട്ട്, ഇതൊക്കെ വളരെ ടാക്റ്റിക്കലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വളരെ സ്കോപ്പുള്ള അസറ്റ്സാണ്. ഇത് വലിയ തോതിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യും വരുന്ന വർഷങ്ങളിൽ. പ്രത്യേകിച്ച് വിഴിഞ്ഞം പോർട്ട് പോലുള്ള പോർട്ടൊക്കെ കേരളത്തിൻ്റെ കംപ്ലീറ്റ്ലി ഒരു കേരളത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റാൻ സാധ്യതയുള്ള പോർട്ടുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരെയധികം ഉണ്ട് എന്നുള്ളത്. പിന്നെ വളരെ യങ് ആയിട്ടുള്ളൊരു പോപ്പുലേഷനാണ് നമുക്കുള്ളത്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പോപ്പുലേഷനാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഹ്യൂമൻ ക്യാപിറ്റൽ അവർക്ക് പുതിയ പ്രോജക്ട്സ് ചെയ്യാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരാൻ ശ്രമിക്കുക. IT സ്റ്റിൽ കേരളത്തിൽ ഒരു അൺടാപ്ഡ് ഏരിയയാണ്. ബാംഗ്ലൂർ, ഹൈദരാബാദൊന്നും ഗ്രോ ചെയ്ത പോലെ അല്ലെങ്കിൽ ചെന്നൈ, തമിഴ്നാടൊന്നും ഗ്രോ ചെയ്ത പോലെ കേരളത്തിന് ഇന്നും ഗ്രോ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ മേഖലയിൽ ഒരു വലിയ പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ ആ മേഖല കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. ടൂറിസം, നമ്മളെ കേരളത്തിൻ്റെ സൗത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സാധ്യതയുള്ള സംസ്ഥാനം കേരളമാണ്. ഒരു ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന സ്റ്റേറ്റാണ് കേരളം. വളരെ അൺടാപ്ഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യലുള്ള സ്റ്റേറ്റാണ്. അപ്പോൾ ഈ ഏരിയയിലെല്ലാം നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ടാക്സ് റിട്ടേൺസ് വരും. അപ്പോൾ നമ്മുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യും. നമുക്ക് കടം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മുടെ റവന്യൂ കൂട്ടാനുള്ള മാർഗ്ഗം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഈ 1.5 ലക്ഷം, അപ്പോൾ അങ്ങനെ ഈ റവന്യൂവിൻ്റെ ഇൻക്രീസിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. പ്രൊഡക്റ്റീവായിട്ടുള്ള നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് മാത്രം ബോറോ ചെയ്യുക.
അല്ലാണ്ട് ദൂർത്തടിക്കാനായിട്ട് നമ്മൾ കാശ് ബോറോ ചെയ്തിട്ട് ആ കാശെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ വെള്ളാനകളായ കോർപ്പറേഷൻസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളം പോകുന്നത് ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്രൈസിസിലേക്കായിരിക്കും. 2027-28 ആകുമ്പോഴത്തേക്കും എല്ലാ ത്രഷോൾഡുകളും നമ്മൾ ബ്രേക്ക് ചെയ്യും. 2030 വിൽ ബി എ ടിപ്പിംഗ് പോയിന്റ് ഫോർ us. ഈ ടിപ്പിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെൽഫെയർ സ്കീമുകൾ കട്ടാവും, പെൻഷൻസ് കട്ടാവും, സാലറികൾ കട്ടാവും. അങ്ങനെ ഒരു വലിയ ഒരു കറ്റാസ്ട്രോഫി നമ്മൾ ഫേസ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ കേന്ദ്രം ഒരു സ്റ്റേറ്റിനെയും ഡീഫോൾട്ട് ചെയ്യാനായിട്ട് ഉള്ള സിറ്റുവേഷൻ ഉണ്ടാക്കില്ല. കേന്ദ്രം കൈൻഡ് ഓഫ് ഗ്യാരണ്ടി ചെയ്യും ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട്. പക്ഷേ ഓൾസോ അതിനോടൊപ്പം വളരെ സ്ട്രിക്റ്റായിട്ടുള്ള പിന്നെ നോംസും അവർ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മാതിരി കാശെടുത്ത് പല മേഖലകളിലും ചിലവാക്കാനും തിരിക്കാനും മറിക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളെ റവന്യൂ റെസിപ്റ്റ്സ് ഇൻക്രീസ് ചെയ്യാനുള്ള, വരുമാനം കൂട്ടാനുള്ള മാർഗങ്ങളിൽ ഫോക്കസ് ചെയ്തേ മതിയാവും. ടാക്സ് റവന്യൂ കൂട്ടുക, കൂടുതൽ കമ്പനീസിനെ കൊണ്ടുവരിക, ടൂറിസം ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ഏതൊക്കെ സാധ്യതകൾ നമുക്കുണ്ടോ എല്ലാ സാധ്യതകളും നമ്മൾ ഉപയോഗിക്കുക. ഈ അടുത്ത് വരുന്ന ഗവൺമെൻറ്റിനും ഇത് ബാധകമാണ്. അടുത്ത് വരുന്ന ഗവൺമെൻറ് നേരെ വന്നിട്ട് ഇത് മറ്റവർ തന്ന കടമാണ്, ഈ കടം നമ്മൾ ഇത്രയും കൂട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എത്ര വരുമാനം ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് പോയിന്റ്. നിങ്ങൾ കടം കൂട്ടിയില്ല, ശരി, ഓക്കെ, നല്ലതാണ്. അടുത്ത് ഇപ്പോൾ ഏതൊരു ഗവൺമെൻറ് വന്നാലും നിങ്ങൾ എത്ര റവന്യൂ ഇൻക്രീസ് ചെയ്തു, റവന്യൂ പൊട്ടൻഷ്യലി ഇൻക്രീസ് ചെയ്യാനുള്ള എന്തൊക്കെ മെഷേഴ്സാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇതൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങളാണ്. വരുന്ന സർക്കാരും വരുന്ന വർഷം കേരളത്തിലെ ജനങ്ങളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമായിരിക്കും ഈ കടക്കെണിയിൽ നിന്നും എങ്ങനെ കേരളത്തിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. എന്നാലും ഈ വീഡിയോ കണ്ടിട്ട് കേരളത്തിൻ്റെ കടത്തിനെ പറ്റിയും അതിനനുബന്ധമായ ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.